പണ്ട് കാലം തൊട്ടേ സീരിയലിലെല്ലാം നിറഞ്ഞു നിന്ന് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഒരു വലിയ നടനാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ വെൽക്കം ചെയ്യാൻ യവനിക ഗോപാലകൃഷ്ണൻ സാർ. എത്ര സീരിയൽ ഇപ്പൊ ചെയ്തിട്ടുണ്ട്? എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല, എന്നാലും ഉണ്ട്. എന്നാലും 250-അടുത്തുണ്ട്. ഞാൻ എഴുതി വെച്ച കുറേ ഉണ്ട്. 210 വരെ ഞാൻ എഴുതിയതിൻ്റെ പണ്ടുണ്ടായിരുന്നു. കഥാകൗതുകം എന്ന് പറഞ്ഞൊരു സീരിയൽ. അതിൽ ഞാൻ, മനോജ് കെ ജയൻ, സൈനുദ്ദീൻ. എൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ ഇവർ രണ്ടുപേരുമായിട്ടായിരുന്നു. ഞാൻ മാഷായിട്ട് തന്നെ ഏതാണ്ട് ഒരു 40 സീരിയലിനോട് മാഷ് മാത്രം ചെയ്തിട്ടുണ്ട്. അച്ഛൻ കഥാപാത്രങ്ങളാണ് പിന്നെ കൂടുതൽ. ഞാൻ ചെറുപ്പത്തിൽ വരെ ഞാൻ ഈ ദൂരദർശൻ്റെ സീരിയൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വയസ്സൻ ക്യാരക്ടറാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രായത്തിലുള്ള ക്യാരക്ടറല്ല ഞാൻ അധികം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ, അതുപോലെ ഞാനൊരു പ്രാവശ്യം ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ എവിടെയെങ്കിലും നിൽക്കുകയാണ്. ഒരു ബൈക്കിൽ ഒരു സ്ത്രീ ഭർത്താവും കൂടിയിട്ട് പോവാണ്. അപ്പം അവരിങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ പാസ് ചെയ്തപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എന്നെ കണ്ടപ്പോഴേ എന്താണ്ടോ കാണിച്ചു. വണ്ടി പാളി അവിടെ ഇങ്ങനെ മെറ്റൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ ഈ ബൈക്ക് പോയി മെറ്റലിന് മുകളിൽ പോയി. ഞാൻ ഇന്നും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നമസ്തേ വിടുന്നത് മമ്മൂക്കയ്ക്കാണ്. പുള്ളി മിക്ക ദിവസങ്ങളിലും തിരിച്ച് ഇങ്ങോട്ടും വിടാറുണ്ട്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അന്ന് ഞങ്ങൾ തമ്മിലുള്ള സീൻ വന്നപ്പോൾ മമ്മൂക്കനോട് പറഞ്ഞു, നിങ്ങളതിനകത്ത് എൻ്റെ ചേട്ടനാന്നല്ലേ പറഞ്ഞു. സലീമ ഇങ്ങനെ എൻ്റെ ചേട്ടനാന്നല്ലേ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ സലീം അത് പുള്ളിക്ക് അത് നെഗറ്റീവ് ക്യാരക്ടറായതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ സലീം തടിതപ്പി. അപ്പം മമ്മൂക്കനോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്തില്ല നെഗറ്റീവ് ക്യാരക്ടർ. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കഥാപാത്രവും ചെയ്യണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മമ്മൂക്ക് ഒരു ക്ലാസ് എനിക്ക് ഇങ്ങോട്ട് തന്നു. വൈഫ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് സീരിയൽ കണ്ട് ഒരു ഇമോഷണൽ സീൻ കണ്ട് എനിക്ക് വിഷമം തോന്നി ആ സീൻ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ? ഇപ്പം ഞാനിപ്പോൾ ഈ മധുര നമ്പരക്കാറ്റിൽ ഞാൻ മരിച്ചപ്പോൾ പുള്ളിക്കാരത്തി കണ്ടില്ല, എപ്പിസോഡ് കണ്ടില്ല, പുള്ളിക്കാരത്തി കണ്ടില്ല.